ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന സംഭവമില്ലേ, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ, ഞാൻ ഒരു പാത്രത്തിൽ വാഴയ്ക്ക വറുത്തു തോണ്ടിരിക്കുന്നു. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ചെറുപയർ വെച്ചിട്ടുണ്ട്. വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഇത് ചെറുപയർ. മറ്റേ തേങ്ങയാണ്, തേങ്ങ. എന്താ അമ്മി ഇത് ചെറുപയർ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇത് ചുമ്മാ വറുത്ത് വെച്ച വാഴയ്ക്കയും കൂടി എടുത്ത് വെച്ചേക്കാണ്, വെറുതെ ഒരു ഭംഗിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമാണ് മാർച്ച് 18-ാം തീയതിയാണ് ഞാൻ പോയി എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ എത്ര 67 കിലോ ഉണ്ട്. അത് പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ കുറച്ചിട്ട് കുറച്ച് ഹെൽത്തി ആവാൻ തീരുമാനിച്ചു. പിന്നെ നമ്മളൊരു കുറച്ച് കട്ടൻ ചായയും കൂടി എടുത്ത് പഞ്ചസാര ഇട്ട് കട്ടൻ ചായയൊക്കെ എടുത്താണ് കുടിക്കണേ. ഹെൽത്ത് എനിക്ക് കുറച്ച് വണ്ണം കുറയ്ക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ആമിയാണ് എടുത്ത് കട്ടുകൊണ്ട് പോകണേ എൻ്റെ വാഴയ്ക്ക വറുത്തത് ഉണ്ട്. അപ്പം നമുക്കിത് പോയി കഴിച്ചിട്ട് വരാം. ഞാൻ എന്ത് ചെയ്താലും ഇപ്പം എൻ്റെ മടി കയറി ഇങ്ങനെ ഇരിക്കലാണ് ആമിയുടെ പണി. ആമി ഏതാ സുന്ദരി ഏതാ കഴിക്കോ? യോ, ഇതാരാ ഇത്? ചായ വേണോ? 1 2 3 5 ചായ വേണോ? ആമിക്ക് ജലദോഷമാ. ആമി രാവിലെ ഇപ്പൊ 9 മണിയൊക്കെ ആയി. രാവിലെ കുളിച്ചോ? വണ്ണം നോക്കിയപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 67 കിലോ ഉണ്ട്. അത് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. ഭയങ്കര വണ്ണം അല്ല, ഭയങ്കര വെയിറ്റ്. ഏത് താറാവിൻ്റെ പാട്ട് വെക്കാനാണ് പറയണേ. നോക്കിക്കേ, ആമി സുന്ദരി. ആമി കുളിച്ചതേ പൊട്ടും കുത്തി കണ്ണൊക്കെ എഴുതി. ഇതൊരു 5 മിനിറ്റ് ഞാൻ ഇതേ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. സാധാരണ കുറേ സമയം എടുത്താണ് നമ്മൾ ഗുസ്തി പിടിച്ചാണ് എഴുതാറ്. എന്നെ നോക്കി ഞാനൊരു കുഞ്ഞിക്കൊലായിട്ടിരിക്കും. ഞാൻ എടുത്തു. ആമിയുടെ നോക്ക്, സുന്ദരി. ഏതാ സുന്ദരി? ടാറ്റ തരാം. ഫ്ലൈങ് കൊടുത്തേ. രാവിലെ തിന്ന ചെറുപയറൊക്കെ തീർന്നു. അടുത്ത് ഇപ്പം സമയം 10 മണിയായി. ഒരു ചെറിയ സാധനം പിടിപ്പിച്ചിട്ട് അത് കൊണ്ട് കൊടുക്കാനുണ്ട്. മേടിക്കാൻ ആൾ വരും 10:30 ആകുമ്പോൾ. അല്ല, നമ്മളൊരു അവിടെ കൊണ്ട് കൊടുക്കണം. മേടിക്കാൻ അങ്ങോട്ട് വരില്ല, അവിടെ കൊണ്ട് കൊടുക്കണം. ഇതിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡ്രസ്സ്. ഇത് ഫാബ്രിക്കെല്ലാം നമ്മൾ തന്നെ തപ്പിപ്പിടിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണതാണ്. എൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും, ബോ വെച്ചിട്ടുള്ള രീതിയിൽ. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ബോ വെക്കണം. അപ്പോൾ അതും കൂടി വെച്ചിട്ട് വേണം കൊണ്ട് കൊടുക്കാൻ. ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് നമ്പറൊക്കെ എടുത്ത് വാട്സപ്പിൽ ബുക്കിംഗ് ചെയ്താലും എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ സിം കാർഡ് എടുക്കാൻ ഉള്ള പൈസ ഇല്ല. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. ഏപ്രിലൊക്കെയാണ് വേണ്ട. നാളെ ഏപ്രിൽ, ഇന്ന് മാർച്ച് 31, നാളെ ഏപ്രിലാണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്കൊരു സ്പെഷ്യൽ മന്താണ്. എന്തുകൊണ്ടാ? ഏപ്രിലാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പിന്നെ ഒരു വയസ്സും കൂടി കൂടാൻ പോവാം. ഇത്രയും കാലവും പ്രത്യേകിച്ച് ലൈഫിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡ്രീമൊക്കെ ഉണ്ടാവില്ലേ, ആ വഴിക്ക് പോവുക. വേറെ ആൾക്കാർ പറയണത് കേൾക്കാണ്ട് നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോവുക. അത്രയേ ഉള്ളൂ ശരിക്കും ലൈഫ്. ഇത്ര കോംപ്ലിക്കേറ്റ് ആക്കി എടുക്കാൻ മാരേജിൻ്റെ ഒരു പ്രഷർ ഒരു സമയത്തുണ്ടായിരുന്നു. ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് എപ്പോഴും. പിന്നെ ഏപ്രിൽ വിഷു ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു മന്താണ്. ഞാൻ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിലിൽ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ആകെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലാസ്റ്റ് ബർത്ത്ഡേക്ക് മാത്രമാണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ
സമ്മർ വെക്കേഷൻ്റെ ടൈമാണ്, സ്കൂളൊക്കെ അടച്ചിരിക്കും. അപ്പോൾ നമ്മളെവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? വീട്ടിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ലാസ്റ്റ് ഇയറാണ് ആദ്യമായിട്ട് ഞാൻ കേക്ക് മുറിച്ചത്. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? മുറിക്കാത്തല്ല, ഇതുവരെ അങ്ങനെ മുറിച്ചിട്ടില്ലാത്ത, അതിന് ആഗ്രഹമൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ആഗ്രഹം കഴിഞ്ഞ വർഷം നടന്നാറുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ട്, അവരുടെ ആഗ്രഹമൊക്കെ ഈ വർഷം നടക്കട്ടെ. ഡ്രസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് കൊണ്ട് കൊടുക്കാൻ പോവാം. 10:30 എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൊടുക്കാൻ പോവാം. അതിനിപ്പോൾ നമുക്കൊന്ന് ഫ്രഷൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോവാം. മടുത്തവേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണിത്. ഈ ബ്ലൗസിന് ഞാനിത് ഭംഗിയൊക്കെ എടുത്തു. പ്ലെയിൻ ബ്ലൗസായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ അടിയിൽ കുറച്ച് ലേസ് വെച്ചിട്ട് പിന്നെ ഇവിടെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബ്ലൗസിൻ്റെ ലുക്കേ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാണ്. ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുക്കാൻ പോവാണ്. എല്ലാ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെയറൊക്കെ ജസ്റ്റ് ഇങ്ങനെ ലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് എല്ലാം വരി കൊത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ടോപ്പ്, അപ്പോൾ ഇതാണ് സ്കേർട്ട്. ഇത് രണ്ടും കൂടി ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ലുക്ക് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ഒരു ഷേപ്പ് ഡിഫറെൻ്റാണ്, അങ്ങനത്തെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി ഞാൻ ഓപ്പൺ വെച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് തന്നെ ഇടാൻ കുറച്ച് പാടായിരുന്നു. ഈ ഓപ്പൺ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി ചുമ്മാ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്കേർട്ടും ടോപ്പും കൂടി വരുമ്പോൾ ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. സൂപ്പർ കളർ കോമ്പിനേഷൻ, നല്ലൊരു കോമ്പിനേഷനാണ് കളറിൻ്റെ. ആൻഡ് ഇത് എൻ്റെ സ്കിന്നോടാണെങ്കിലും ഈ സിൽവർ കളർ ചേരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കല്യാണത്തിന് ഇപ്പം ആദ്യം കല്യാണം ഉണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടങ്ങ് പോവാം, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ലുക്ക്. പിന്നെ വിഷു ഒക്കെ അല്ല, പിന്നെ അപ്പോൾ വിഷുവിനും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.